ഒരു റോട്ടിൽ കൂടെ കുറച്ച് മദ്യം കഴിച്ചിട്ട് നടന്നു പോകുന്ന ഒരാൾ വളരെ സന്തോഷമായിട്ട് നില അതുവാനത്തുമേലേന്ന് പാടുന്നത് തടയാൻ പറ്റുമോ? പറ്റില്ല. ആത്യന്തികമായിട്ട് കലയെയൊക്കെ തടയാൻ ആർക്കാണ് സാധിക്കുക? എന്നെ പാടാതെ ആക്കാൻ ആർക്കാണ് പറ്റുക? എൻ്റെ പാട്ട് ഇഷ്ടപ്പെടണ്ട, കേൾക്കണ്ട, പാടരുത്. ഇതൊക്കെ ചെയ്തു വെച്ച ആൾക്കറിയാം. അതിൽ കൂടുതലൊന്നും താൻ ചെയ്തു വെച്ച ആൾക്കറിയാമെന്ന് അദ്ദേഹം വന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ലല്ലോ. ചെയ്തു വെച്ച ആൾക്ക് ആ തെറ്റിദ്ധാരണയില്ല. നിങ്ങൾക്കാണ് ആ തെറ്റിദ്ധാരണ. അവരുടെ വർക്ക് എന്തോ സാക്രോസാങ്ക്റ്റ് ആണ്, അതെന്തോ ഒരു ബിംബമാണ്, അതിനെ ചില്ലുകൂട്ടിൽ വെച്ച് ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ, അതിലേക്കൊരു കുങ്കുമക്കുറി തൊടിയിക്കാൻ പാടില്ല. ഇതൊക്കെ ഫാസിസം ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടല്ലേ ചിലർക്ക് മാത്രമേ ബിംബം തൊടാൻ പാടുള്ളൂ, ചിലർക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, താങ്കൾക്ക് ആ പ്രശ്നം ഇമ്മീഡിയറ്റ്ലി ഫീൽ ചെയ്യല്ലേ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ? അതെന്താ ഇതിനകത്ത് മാത്രം ഫീൽ ചെയ്യാത്തത്? ഹരീഷ് പാടുമ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം? അല്ലെങ്കിൽ നാളെ വേറൊരാൾ പാടുമ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം? എന്താ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾക്ക് ഇത്രയും അയ്യോ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബിംബം, ആ ബിംബത്തെ എൻ്റെ വല്ല വെച്ച് തരരുത്. ഞാൻ കൊണ്ടു നടക്കുന്ന വേറൊരു ബിംബമുണ്ട്, അതിന് ഇത് സ്വീകാര്യമാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബിംബത്തിനെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, എൻ്റെ ഭാഗത്തേക്ക് വരാതെ എന്നാൽ മതി. ഇതാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെയും പറയാൻ ശ്രമിക്കുന്നത്. ഹരീഷ് പാടുന്നതോ വേറൊരു ഗായകൻ പാടുന്നതോ എല്ലാം നല്ലതെന്നുള്ള അഭിപ്രായം പാടുന്ന ആൾക്ക് തന്നെ ഇല്ല. ഞാനാണ് ഏറ്റവും നല്ല ഗായകൻ എന്ന അഭിപ്രായം അത് പോയിട്ട് ഞാൻ താരതമ്യേന വളരെ ശരാശരി നിലവാരമുള്ളൊരു ഗായകനാണെന്ന് ഓപ്പണായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു ശരാശരിയിൽ കൂടുതൽ എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ശരാശരി ഗായകന് എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവസരങ്ങൾ കിട്ടിയത് കൊണ്ടും ലക്കുള്ളത് കൊണ്ടും കുറേ പേർ എൻ്റെ പാട്ട് കേട്ടത് കൊണ്ടും കുറച്ച് പേർക്ക് എൻ്റെ പാട്ടിലേക്ക് എത്താൻ പറ്റിയുള്ളതിൽ കൂടുതൽ ഞാൻ എൻ്റെ സംഗീതത്തിനോ എൻ്റെ കഴിവിനോ യാതൊരു എക്സ്ട്രാ മൂല്യവും കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത് വന്നിട്ടാണോ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇതൊക്കെ ആര് കേൾക്കും? എന്നെ എത്ര വരെ നിങ്ങൾ ട്രോളും, എത്ര വീഡിയോ ഇപ്പോൾ കമൻറ്റ് ചെയ്യും? 10 വീഡിയോ ട്രോൾ ചെയ്താൽ 20 വീഡിയോ പിന്നെയും പാടും. 10 പാട്ടിൽ ഇംപ്രവൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 20 പാട്ടിൽ ഇംപ്രവൈസ് ചെയ്യും. എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും? എൻ്റെ കേൾവി ശക്തി എൻ്റെ ചെവിയിലേക്ക് വല്ല ഉരുക്കി ഒഴിക്കേണ്ടി വരും ഞാൻ പാടുന്നത് നിർത്താൻ. അത് ഞാൻ സമ്മതിക്കൂ? എനിക്ക് 2 കൈയുള്ളതല്ലേ. ചുമ്മാ വന്ന് എൻ്റെ നിന്ന് മൈക്ക് പിടിച്ചുറക്കാൻ ഞാൻ നല്ല കല്യാണം കൊടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ നല്ല ഒരു കലാകാരനെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കലാകാരന്മാർ കലയെ ഉപാസിക്കും, അവർ പാടും, അവർ പ്രതിരോധിക്കും, അവർ പ്രതിഷേധിക്കും, അവർ മാറ്റങ്ങൾ കൊണ്ടുവരും, അവർ ആത്യന്തികമായിട്ട് എല്ലാ ചട്ടക്കൂടുകളെയും തകർക്കും, വീണ്ടും പൊളിക്കും, വീണ്ടും പണിയും. അതിനകത്ത് എല്ലാ സൃഷ്ടാക്കളുടെ കണ്ടന്റും വരും. അൺഫോർച്ചുനേറ്റ്ലി ത്യാഗരാജ സ്വാമിക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഒരു സിനിമാ സംഗീത സംവിധായകനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ത്യാഗരാജ കീർത്തനത്തിന് 10,000-കണക്കിനുള്ള വ്യത്യാസങ്ങളിലാണ് കച്ചേരികളിൽ ആലപിക്കപ്പെടുന്നത്. അതിനില്ലാത്ത എന്ത് സവിശേഷതയാണ് സിനിമാ ഗാനശാലയ്ക്കുള്ളത്? അല്ലെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിത് എഴുതിയൊരു സാഹിത്യത്തെക്കാളും കൂടുതൽ സവിശേഷതയാണ് ഒരു ആനുകാലിക കവി എഴുതിയ കവിതയ്ക്കുള്ളത്? ഇതെല്ലാം കാലക്രമത്തിൽ ആൾക്കാർക്ക് പ്രായോഗികമാക്കാനുള്ള മീഡിയംസ് അല്ലേ? അല്ലാതെ ചില്ലുകൂട്ടിൽ വെക്കാൻ, ഒരു പ്രിന്റ് ചെയ്ത് ചില്ലുകൂട്ടിൽ വെക്കാനാണോ കവിത എഴുതുന്നത്? അല്ലെങ്കിൽ ചുമ്മാ ഒരു വെർഷൻ മാത്രം ആർക്കൈവ് ചെയ്ത് വിനയിൽ ഉണ്ടാക്കി അതുമാത്രം കേട്ടാൽ മതി എന്ന് പറയാനാണോ ഒരു കമ്പോസർ പാട്ടുണ്ടാക്കുന്നത്? അതിനാണോ ഒരു ഗായകൻ പാടുന്നത്? എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ? ഈ മണ്ടത്തരങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പം എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണത്. ഇപ്പോൾ കരുണ ചെയ്യുവാൻ എന്തു എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ താങ്കൾ? രേമൻ തമ്മി. ഞാൻ എപ്പോഴും ലളിതമായിട്ട് ചോദിക്കുന്ന കാര്യം, അതിന് യദുല കാമ്പോജിനും ശ്രീരാഗത്തിനും പാടുന്നവരുണ്ട്. കരുണ ചെയ്വനെന്തു താമസം കൃഷ്ണ. അതൊരു പ്ലീ പോലെയാണ്, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വിങ്ങല് പോലെ. കരുണ ചെയ്യുവാൻ എന്ത് താമസം എന്ന് ചോദിക്കുകയാണ് ശ്രീരാഗത്തിൽ പാടുമ്പോൾ. അത് തന്നെ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ. അവിടെ പാടുന്നയാളുടെ വികാരം വളരെ കാരുണ്യമയമായിട്ട് കേണപേക്ഷിക്കുകയാണ്. കരുണ ചെയ്യുവാൻ. ഇതിന് രണ്ടിനും അസ്തിത്വമില്ലേ? ഇതിലിപ്പോൾ ഏതാണ് ഒറിജിനലിനോട് നീതി പുലർത്തിയത്? ഏതാണ് ഒറിജിനൽ ഇതിനകത്ത്? ഏത് ഇമോഷനാണ് കൂടുതൽ? ഇപ്പം ഞാനൊരു സംശയം താങ്കളോട് ചോദിക്കട്ടെ, ഇതിന് ഏത് ഇമോഷനെ താങ്കൾ കൂടുതൽ വാല്യൂ കൊടുക്കും? ഇപ്പം എന്നോട് പറയുന്നുണ്ടല്ലോ പ്രാണസഖി കമ്പോസ് ചെയ്തപ്പോൾ ഒരു ഇമോഷൻ. എനിക്ക് ആ ഇമോഷൻ അല്ലെന്നേ ഫീൽ ചെയ്തത്. എൻ്റെ ഇമോഷനെ
കുറച്ച് കാണാനുള്ള അവകാശം ആർക്കുമില്ല. ഞാൻ ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ ഇമോഷൻ. താങ്കൾ ഉണ്ടാക്കി വെച്ച ഇമോഷൻ തന്നെ എനിക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കിട്ടുന്നതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ചിലപ്പം വളരെ സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും, അല്ലെങ്കിൽ വളരെ കരച്ചിലുണ്ടാക്കുന്നൊരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആഹാ എന്ത് തിങ്കിങ് ആണ് എന്ന് തോന്നും. ഇതിനെയൊക്കെ വന്ന് എന്നോട് ചോദ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എനിക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇമോഷൻ അല്ല കിട്ടിയത്, എനിക്ക് വേറെ ഇമോഷനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പൊക്കോട്ടെ, കാരണം ചോദിച്ച സ്ഥിതിക്ക് ഇതെല്ലാം ഒരു ആർക്കൈവ് ചെയ്യാനുള്ള അവസരമാണല്ലോ. താങ്കളിത് ഇത് പബ്ലിഷ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് പോലും എൻ്റെ വിഷയമല്ല ഇത്. പക്ഷേ ഒരു ആർക്കൈവല്ല എനിക്ക് സംസാരിക്കാൻ തോന്നിയ കാര്യമാണ്. പലപ്പോഴും പറയുന്നത് ഓരോ വാക്ക്, ആ വാക്കിനൊരു താളവും ഒരു മീനിങ്ങും ഉണ്ട്. അപ്പം ആ വാക്കിൽ ഒന്നും ചെയ്യരുത്. ഇത് എനിക്ക് ഏറ്റവും ചിരി വരുന്ന ഒരു കാര്യമാണ്. ഒരു വാക്കിനെ എന്തെല്ലാം തലത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? അതിൽ ഏറ്റവും കോമൺ എക്സ്പ്രഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് എനിക്ക് ആരോ പറഞ്ഞതാണ്. മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. ഇത് സ്ഥിരം പറയുന്നതാണ്. ഒരു പുഷ്പം എന്നുള്ള പാട്ട് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യരുത്. കാരണം ട്യൂണിനും വരികളുടെ മീനിങ്ങിനും ഭയങ്കര ടൈറ്റ് കപ്ലിംഗ് ഉണ്ടെന്നാണ് ഒരു ഭാഷ്യം. അതുകൊണ്ട് ആ മീറ്ററിലുള്ളത് വെച്ചാലേ വരികളുടെ ഈ മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ആ സാഹിത്യമില്ലേ, അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഇമോഷൻസ്. ഒന്ന് വിരഹം, മനസ്സിൽ വരെ ഇനി എപ്പോൾ വരും, പക്ഷേ ഐ ഹാവ് ലോസ്റ്റ് ഓൾ ഹോപ്പ്. മലർമണം മാഞ്ഞു, മറ്റുള്ളവർ പോയി വന്നിട്ടില്ല, മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞു. ഇത് തന്നെ മനതാരിൽ മാരിക്കാർ മൂടുക എന്നുള്ള ഒരു എക്സ്ട്രീം ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, ലോസ് ഓഫ് ഓൾ ഹോപ്പ്, എക്സ്ട്രീം പാത്തോസ്. ഞാൻ കേൾക്കുമ്പോൾ ഒരു നോൺ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നു ഈ പാട്ടിനെ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആ മമസഖി നീ എന്ന് വന്നു ചേരുന്നുള്ളത് പോയി, പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഗ്രാൻഡ് മദർ പോയി. ആ ഒരു പാത്തോസ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നു. ആ പാടുന്ന സമയത്ത് ആ പാത്തോസ് ഞാൻ എക്സ്പ്രസ് ചെയ്യണ്ടേ? അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണോ? അപ്പോൾ കവി ഭാഷ്യത്തിൽ ഇത് ഒരു പാട്ടിൽ നമ്മൾ പാടുമ്പോൾ വരുന്നത് പല 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 ഇമോഷൻസ് അല്ലേ? ആ സമയത്ത് എനിക്ക് ചില പാട്ടുകൾ എൻ്റെ ഗുരുവിനെ ഓർമ്മ വരും. അദ്ദേഹം ഇപ്പം ഇല്ല, ശ്രീ ചെമ്പൈ കോതണ്ട്രാമ ഭാഗവതർ. അദ്ദേഹത്തെ ഓർമ്മ വരുമ്പോൾ പല പാട്ടുകളിലും വരുന്ന ഫീലിംഗ് ലോസ് ആണ്. എൻ്റെ ഗുരുവിനെ നഷ്ടപ്പെട്ടു. അവിടെയൊക്കെ എന്നോട് ആ സാഹിത്യത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കണം എന്നൊക്കെ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ? ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് ആ നിമിഷം സാർ എനിക്ക് എങ്ങനെ പറഞ്ഞു തന്നു എന്നുള്ളതൊക്കെ ഓർമ്മ വരും. ഇത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സാർ എൻ്റെ തൊട്ടുമുമ്പിലിരുന്ന് ഈ സംഗതി എന്നെ പഠിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ സമയത്ത് ആ വരിയിൽ രാമനെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ഒരു രാധയെക്കുറിച്ചാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയിനിയെക്കുറിച്ചാണോ, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയി. എൻ്റെ മൈൻഡിൽ കടന്നു വന്നത് എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുമ്പിൽ നിന്ന് ഹാർമോണിയം വായിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയം. ഇതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഹരീഷ് ഇങ്ങനെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു വരി ഇങ്ങനെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെ പറയാൻ സാധിക്കും? ആ വരിയിൽ എൻ്റെ ജീവിതാനുഭവം, ഞാൻ കടന്നു വന്ന വഴികൾ, ആ വരികൾ എന്നിൽ ഉണ്ടാക്കുന്ന എൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ലൈഫ്. പ്രേമോദയങ്ങളിൽ നീയോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇതെനിക്ക് ഓർമ്മ വരുന്നത് ഹാർമോണിയ പെട്ടിയിൽ ഒരാൾ വായിച്ചപ്പോഴേ, ഗാനഗന്ധർവനാക്കൂ എന്നെ നിന്ന് പറഞ്ഞിട്ട് പെട്ടിയുടെ സൈഡിൽ 2 തട്ട്. ഈ പെട്ടി ഒന്ന് ലൂസാവും, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കട്ട ചെറുതായിട്ടൊന്ന് 2 തട്ടിട്ടിട്ട് എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇതിപ്പോൾ ആ സംഗതി ഗാനഗന്ധർവനാക്കൂവിന് ഇത്രയും സംഗതിയൊക്കെ വേണമെന്ന് ചോദിക്കുന്നതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ഞാൻ അവിടെ സംഗതി കിട്ടത് ആ വേറെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് വരുന്നത്. വേറെ ആരോ വായിച്ചത് കേട്ടു, അതെന്നെ എഫക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാനിത് പറയാൻ വരുന്നത് വെച്ചാൽ ഓരോ കലാകാരനും ശ്രോതാവിനും ഓരോ പാട്ടിൻ്റെ വരികൾ
അതിൻ്റെ ട്യൂൺ, സിനിമയിൽ വരുന്ന സിറ്റുവേഷൻ, അവരുടെ ജീവിതാനുഭവം, അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അവർക്ക് വരുന്ന വിജയങ്ങൾ, ഇതെല്ലാം ഓരോ മനുഷ്യനും ഓരോന്നാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നോടാണോ ഇത് കവി എഴുതിയത് ഈ ഒരു ഫീലിംഗിലാണ് ഹരീഷ് ആ ഫീലിംഗ് കൊടുക്കണം എന്ന് ആർഗ്യൂ ചെയ്യുന്നത്? പറ്റില്ല. ഹരീഷിന് വരുന്ന ഫീലിംഗ് മാത്രമേ ഹരീഷിന് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കവിടെ കവി ഭാഷ എന്താന്ന് തന്നെ അറിയില്ല. അതിപ്പോ ഉദാഹരണത്തിന് ഞാൻ പിന്നെ കവിത ചൊല്ലുകയല്ലല്ലോ രജനീഷ് ഭായി, ഞാനൊരു ട്യൂൺ പാടുകയല്ലേ. ഇത് തന്നെ ഒരു വയലിനിസ്റ്റിന് കൊടുത്താൽ അയാൾ എന്ത് വരിക ആലോചിക്കുന്നതെന്ന് എനിക്കറിയില്ല.